ഉച്ചക്ക് ചാടി വന്നേക്കണേണ് ഇതിന്. സാധാരണ ഫസ്റ്റ് ഡേ ആണ് എല്ലാ പടവും ഇതുവരെ പൊട്ടിയിട്ടുണ്ട്. പുഷ്പയൊക്കെ വിഷമായിട്ടാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയേക്കണ. ഇത് ഒന്നും പറയാല്ല. ഇതാണ് എ റേറ്റഡ്. അമ്മാതിരി വയലൻസ് ആണ്. ഒരു ഇതില്ലാണ്ട് കൊച്ചിനെ പിടിച്ചു. അതൊക്കെ പറഞ്ഞ സ്പോയിലറാവും. അമ്മാതിരി ഇത് പോസ്റ്റർ എല്ലാരും ഫാമിലി വന്നാ നമ്മ ഫാമിലി ആയിട്ട് ഉടക്കും. അമ്മാതിരി ഇതാണ്. അമ്മാതിരി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താ? പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഇത്ര ടോപ്പായിരിക്കും പറഞ്ഞില്ല. പിന്നെ ഇഷ്ടം പോലെ പല പല ക്ലീശ സാധനങ്ങളുണ്ട്. അതൊക്കെ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ മാറ്റിയിട്ടുള്ള കുറെ സീൻസ് ഒക്കെ ഇതിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. രാജിനോട് പറഞ്ഞിട്ടുണ്ടായി, ചോദിച്ചാൽ മലയാളത്തിൽ ഒരു KGF ഉണ്ടാവണമെങ്കിൽ ആരെ കാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞത് ഉണ്ണിമുന്തനെ കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ KGF ഉണ്ടാവണമെങ്കിൽ. അപ്പൊ മറ്റേ ആങ്കറൊക്കെ ഒന്ന് ചിരിച്ച്. പക്ഷെ ഇതിൽ ഓരോ സീൻ ബൈ സീൻ സ്വാഗ്, ഓരോ സ്വാഗും പുള്ളി സെറ്റ് അടിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മാതിരി സ്വാഗാണ്. സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ണിമുന്തനെ ആലോചിക്കുമ്പോ ഈ കേരളത്തിലെ പ്രേക്ഷകർക്ക് അയ്യപ്പൻ അങ്ങനെയുള്ള ഭക്തി അതൊക്കെയാണ്. മാളികപ്പുറത്തിന്റെ ഓഡിയൻസ് ഒന്നും ഇത് കണ്ടാല് പലരും പുള്ളിക്കാരനെ മറ്റേ ഫ്രെയിം ചെയ്ത് വെച്ചേക്ക് അയ്യപ്പനായിട്ട്. ഇതൊക്കെ ഒന്നും കണ്ടാലും ഒന്നും ഇത് എക്സ്ട്രീമാണ്. എല്ലാ ടെക്നിക്കൽ സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, മ്യൂസിക്, രവി ബസുവിന്റെ മ്യൂസിക് ഫസ്റ്റ് ഇത് കാണിക്കണം. എല്ലാം ടോപ്പ്. സൗണ്ട് ഡിസൈൻ ആണ് മെയിൻ ആയിട്ട്. ഇടിക്കണ ഓരോ ഇടി നമുക്ക് കൊള്ളണോ അല്ലേണോ. ഈ സിനിമ ഈ വയലൻസ് എന്നൊക്കെ പറയുമ്പോ ആളുകള് ഒന്ന് കയറാൻ മടിക്കും. പക്ഷെ ഇത് മടിക്കും. ഇത് നമ്മിപ്പോ എന്താണ് കൊറിയൻ ജാപ്പനീസിലൊക്കെ കാണുന്ന വയലൻസില് അത് നമുക്ക് പക്ഷെ വേറെ ലാംഗ്വേജ് കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മുടെ ലാംഗ്വേജ് കാരണം നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതന്നെ. ഈ ആക്ടേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? ഉണ്ണിമുന്തൻ ജഗദീഷ് ഒരു സാധനം ചെയ്തിട്ടുള്ളൂ. കണ്ടുമടുത്ത കുറെ ഡയലോഗ് ഡെലിവറി മെയിൻ ആയിട്ട് വില്ലൻ റോൾ ചെയ്തേക്കണം. പുള്ളിയുടെ ഒക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. പുള്ളി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മാതൃകയാക്കാൻ പറ്റൂല. അമ്മാതിരി പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഹൈപ്പിട്ടി പോണ പടങ്ങള് 8 പൊട്ടാറാണ് മതി. പക്ഷെ ഇത് ഹൈപ്പിനുള്ള സാധനം തന്നെയുണ്ട്. നമുക്കിപ്പോ തമിഴ്നാട്ടില് LCU പോലത്തെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ അതുപോലത്തെ ഒരു സെക്കൻഡ് പാർട്ട്. അത് ടൈലന്റ് ഉണ്ട്. ബാക്കി പറഞ്ഞ സ്പോയിലർ ആവും. സ്പിൻ ഓഫ് ആണ്. ആ ക്യാരക്ടർ ഉണ്ടല്ലോ മാർക്കോ എന്ന് പറഞ്ഞ. പക്ഷേ ഉണ്ണിമുന്തന്റെ ഇമേജ് തന്നെ മാറുന്ന പുള്ളിക്ക് ഇൻഡിവിജ്വലിറ്റി എന്ന് പറഞ്ഞ മാളികപ്പുറം മാത്രമേ. മറ്റേ വിക്രമാദിത്യനൊക്കെ ദുൽഖറുണ്ടായി. പക്ഷേ മാളികപ്പുറം കുറച്ച് തള്ളി 100 കോടി എന്നൊക്കെ പറയണ്ടേ. പക്ഷെ ഇതെന്തായാലും കീറുന്നു തോന്നുന്നു. അമ്മാതിരി സാധനം ഉള്ളിൽ ചെയ്ത് വെച്ചേക്കണം. മാളികപ്പുറം പ്രതീക്ഷിച്ചും കൂടെ വരരുത്. അതില് ദൈവതിൽ ലിറിക്കില് പാടുണ്ട്. അമ്മാതിരി സാധനം ചെയ്ത് വെച്ചേക്കണം. ക്രിസ്മസ് ഉണ്ണിമുന്തൻ അതെ. ഞങ്ങൾക്ക് എമേൽ അടിക്കണം. ഞങ്ങൾക്ക് വിഷമം വരുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറാ, ആദ്യത്തെ സെലിബ്രേഷനാ. ഞങ്ങൾ അത് കളഞ്ഞിട്ട് ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തിട്ടാണ് 1 മണിക്കത് ഷോ എടുത്തത്. ഈ ബുക്ക് ചെയ്യാൻ കാരണം എന്താ? അത് ഇതിന്റെ പോസ്റ്ററും ഇനിയും വന്ന ഹൈപ്പൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ വെച്ചിട്ടാണ് ഈ സാധനം ബുക്ക് ചെയ്ത്. പക്ഷേ 10 മണിക്കത്തെ ഷോ ഞങ്ങൾ റിഫ്രഷ് ചെയ്തിരിക്കുന്നു ബുക്ക് ചെയ്യാൻ. അപ്പൊ നടുക്കത്തെ ഫുള്ള് പോയി. പിന്നെ 1 മണിക്കത്തെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത്. അത് ഷോകും ഇല്ലില്ല. ഇപ്പൊ ആവേശം വീട്ടുകാരായിട്ട് പോയാലും ആവേശം വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല. ഇതപ്പൊ കാണിച്ച എന്തായിരിക്കും. നമ്മളെ പടത്തിന് വിടൂല. പിന്നെ ഇങ്ങനത്തെ പടവ് കാണാൻ പോയി എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമയാണ്. വയലൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എൻ ക്രെഡിറ്റ്സ് ഒരു വല്ലാത്ത രീതിയിൽ കൊണ്ട് എത്തിയോന്നൊരു ഡൗട്ട്. ആഫ്റ്റർ എൻ ക്രെഡിറ്റ്സ് സിനിമ എന്ത് ഞെട്ടിച്ച ഒരു ഘടകം എന്തായിരിക്കും? അല്ല, ഞെട്ടിച്ചതെന്ന് പറയാൻ അതിന്റെ ലെവൽ ഓഫ് വയലൻസ് ആണ്, എക്സ്ട്രീമിറ്റി ആണ് ഞെട്ടിച്ചതെന്ന് പറയാനുള്ളൂ. ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്? അല്ല, ഫാമിലി എന്റർടൈൻമെന്റ് അല്ല.
സ്ത്രീകൾ പൊതുവെ അത് കണ്ടിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി അല്ല. സിനിമയിൽ ഞെട്ടിച്ചൊരു ഘടകം ഫൈറ്റ് തന്നെയായിരിക്കും. ഭയങ്കര അതെ അതെ. പിന്നെ വയലൻസ് ആണ്, അത് പറഞ്ഞാൻ പറ്റില്ലല്ലോ, എനിക്കതൊരു സീൻ വെച്ച് പറയാൻ പറ്റില്ല. ബട്ട് വയലൻസ് ആണ് ഞെട്ടിച്ചത്. ഉണ്ണിമൂന്നിന്റെ ആക്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ പൊളിയല്ലേ, സൂപ്പറാണ്, നല്ലതാണ്. ലൈക് മെയിൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പർ ആയിട്ടുള്ള ഒരു ഇതാണ്. അല്ല അല്ല, അവരെല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. ഈവൻ ആണുങ്ങളുടെ കാര്യം എനിക്കറിയില്ല, സ്ത്രീകള് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കിടിലം പടം, വയലൻസിന് വയലൻസ്, ഫൈറ്റിന് ഫൈറ്റ്, മാസ്, അത് തന്നെ. യൂത്തിന്റെ ഒരു പൾസ് അറിഞ്ഞെടുത്ത സിനിമയാണെന്ന് തോന്നുന്നുണ്ടോ? യൂത്തിന്റെ പൾസ്, യൂത്തിന്റെ എല്ലാം അറിഞ്ഞെടുത്തൊരു പടം, കിടിലൻ ഒരു ന്യൂജൻ പടം. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ എന്തായിരിക്കും? നെഞ്ചിട്ട് പണം കൊടുക്കുന്ന ഭയങ്കര വയലൻസ് ആണ്, എന്ന് വെച്ചാൽ ക്രൂരമായ ഒരു വയലൻസ്, എന്ന് വെച്ചാൽ ഫുൾ വയലൻസ്. നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം അടുത്ത് എന്താണ്, പക്ഷേ ക്ലൈമാക്സ് കൊടുത്തിട്ട് അവസാനത്തെ 30 minutes കൊടുത്ത ഉണ്ണിമൂന്നിന്റെ അതിനാണ്. സിനിമയിൽ ഞെട്ടിച്ചൊരു ഘടകം എന്താ? ഞെട്ടിക്കാന്ന് വെച്ചാൽ ഉണ്ണിമൂന്നൻ തന്നെയായിരിക്കും മെയിൻ ഫാക്ടർ. പുള്ളിയുടെ അഭിനയമാണേലും എല്ലാം കിട്ടുന്നതാണ്. പടം ക്രിസ്മസ് ഹിറ്റ് ആവുന്ന പ്രതീക്ഷിക്കുന്നു. ഹിറ്റാവും, പടം കത്തും, എന്തായാലും പടം കത്തും. എന്ത് ഫാക്ട് വെച്ചിട്ടുള്ള സിനിമ കാണാനുണ്ടായ ഒരു കാര്യം? ഹൈപ്പ് തന്നെയാണ് മെയിനായിട്ട്. പിന്നെ ഒരു മ്യൂസിക് ആണേലും രവി ബർസൂന്റെ ഒരു ഫാൻ തന്നെയാണ്. KGF കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിലൊരു KGF ആയി മാറും. മലയാളത്തിന്റെ KGF എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മലയാളത്തിനൊരു ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. സത്യമായിട്ടും ഇപ്പോ KGF വന്ന പോലെ മലയാളത്തിനൊരു ഇത് തന്നെ ആയിരിക്കും. റൊമാൻറ്റിക് സോങ് ആയിട്ടൊന്നുമില്ല, നല്ല ബീജം ഉണ്ട്, ആക്ഷൻ നല്ലപോലുണ്ട്, വയലൻസ് നല്ലപോലുണ്ട്. ഉണ്ണിമൂന്നൻ പൊളി, ഉണ്ണിമൂന്നന്റെ ബോഡി കൊള്ളാം, ഉണ്ണിമൂന്നന്റെ ആക്ഷൻ കൊള്ളാം, കോമഡി ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് അല്ല, ഡയലോഗ് അതൊക്കെ ഉണ്ട്. ഡയലോഗ് എല്ലാം നല്ലതാ,